മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അതിൻ്റെ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്തത്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അതിൽ നമ്മൾ ഏത് പ്രൊജക്റ്റിനാണോ കൂടുതൽ ARR കിട്ടുന്നത് ആ പ്രൊജക്റ്റ് ആയിരിക്കും ദ ബെസ്റ്റ് വൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ARR എന്ന് വെച്ചാൽ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ARR എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷനും ടാക്സും ലെസ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രം നമ്മൾ ചെയ്യുള്ളൂ. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യില്ല. ആ എമൗണ്ട് കൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ARR കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം, രണ്ട് പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. പ്രൊജക്റ്റ് എയും പ്രൊജക്റ്റ് ബിയും. സാധാരണ കഴിഞ്ഞ ദിവസം ചെയ്ത ഡീറ്റെയിൽസ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതായത് നമ്മൾ ആ പ്രൊജക്റ്റ് വാങ്ങാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് തന്നിട്ടുണ്ട്. ദെൻ നെറ്റ് ഇൻകം ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. നമ്മൾ കറക്റ്റ് ആവശ്യമുള്ള ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷനും അതുപോലെ ടാക്സും ലെസ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ള നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അതിലെ പ്രൊജക്റ്റ് എയുടെ ലൈഫ് എന്ന് പറയുന്നത് 4 years ആണ്. പ്രൊജക്റ്റ് ബിയുടെ ലൈഫ് എന്ന് പറയുന്നത് 5 years ആണ്. അതുകൊണ്ടാണ് പ്രൊജക്റ്റ് എയുടെ 4 ഇൻഫ്ലോസ് തന്നിട്ടുള്ളൂ. നെറ്റ് ഇൻകം 4 എമൗണ്ട് തന്നിട്ടുള്ളൂ. ബിക്ക് 5 എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ARR ആൻഡ് സജസ്റ്റ് ദ പ്രൊജക്ട് if the required rate of return is 12%. അതായത് ഈ രണ്ട് പ്രൊജക്റ്റിനും നമ്മൾ ദ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യണം. അതിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 12%. ഞാൻ കഴിഞ്ഞ ദിവസം ARRന്റെ തിയറി പഠിപ്പിച്ചിരുന്നപ്പോൾ ഡിസിഷൻ റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രൊജക്റ്റ് ആണോ ആ ടാർഗറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്ന ടാർഗറ്റ് എത്രയാണ്, 12% ആണ്. അതായത് ആ കമ്പനി ഉദ്ദേശിച്ചേക്കുന്നത് അവർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും കിട്ടണം, 12% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ARR കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ 12%-നേക്കാൾ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് പ്രൊജക്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല, വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 12%-നേക്കാൾ കൂടിയാൽ കുഴപ്പമില്ല, നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ ഡിസിഷൻ ക്രൈറ്റീരിയ അത് വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് വരും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത്രയ്ക്കും മനസ്സിലാക്കുക. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റ് ഉള്ളത് കൊണ്ട് മെയിൻ ഹെഡ് കൊടുക്കുക. പ്രൊജക്റ്റ് എ ARR കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ചെയ്താൽ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ചെയ്താൽ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ലൈഫ്. ദെൻ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കുക. നമുക്ക് ഡിപ്രീസിയേഷനും ടാക്സും ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫ്ലോസും കൂടെ എടുത്ത് എഴുതിയാൽ മതി. 2000 + 1500 + 1500 + 1000 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 6000. ഓക്കെ, അത് ടോട്ടൽ ഏർണിങ്സ് നമുക്ക് 6000 കിട്ടി. ദെൻ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഇസ് ഈക്വൽ ടു 6000 ഡിവൈഡഡ് ബൈ അവരുടെ ലൈഫ് എത്രയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് പ്രൊജക്റ്റിനും 2 ലൈഫാണ്. പ്രൊജക്റ്റ് എയുടെ ലൈഫായിട്ട് വന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ 6000 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1500 കിട്ടി. അപ്പോൾ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം എത്രയാണ്, 1500 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ARRക്ക് കണ്ടുപിടിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഫസ്റ്റത്തെ ഇൻഫർമേഷൻ കിട്ടി, ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം. അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഈ ക്വസ്റ്റനിൽ സ്ക്രാപ്പ് വാല്യൂനെ കുറിച്ചിട്ട് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തോളം തന്നെ സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ട് ഇട്ടാൽ മതി. പ്രൊജക്റ്റ് എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ആയിട്ട് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 20,000 ആണ്. അപ്പോൾ അതേതാ 20,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും, 10,000 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇൻഫർമേഷനും കിട്ടി, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 കിട്ടി. ഇനി നമുക്ക് ARRന്റെ ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം എത്ര കിട്ടിയിരുന്നത്, 1500 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയ 10,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 15% നമുക്ക് ARR ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് എയുടെ ARR എത്രയാണ്, 15% കിട്ടി.
ഇതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രൊജക്റ്റ് ബിയും ARR കണ്ടുപിടിക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ബിയും കണ്ടുപിടിക്കുക. പ്രൊജക്റ്റ് ബിയെ കണ്ടുപിടിക്കാൻ ARRന്റെ ഇക്വേഷൻ എഴുതുക. ARR ഇസ് ഈക്വൽ ടു ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. അതിലെ ആവറേജ് ആനുവൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ലൈഫ്. ടോട്ടൽ ഏർണിംഗ്സ് കണ്ടുപിടിക്കണം. പ്രൊജക്റ്റ് ബിക്ക് ടോട്ടൽ ലൈഫ് എത്രയാണ്? 5 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ 5 വർഷത്തെ ഇൻഫ്ലോസ് എടുത്തെഴുതുക. 3000 പ്ലസ് 3000 പ്ലസ് 2000 പ്ലസ് 1000 പ്ലസ് 1000. അപ്പോൾ നമുക്ക് എല്ലാതും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6000 കിട്ടും. ദെൻ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ എഴുതുക. 6000 അല്ല 10,000 കിട്ടും. 10,000 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? നമുക്ക് 2000 കിട്ടും. അപ്പോൾ ARR കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഡീറ്റെയിൽസ് കിട്ടി. ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം 2000 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ബൈ 2. സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് 0 കൊടുത്താൽ മതി. പ്രൊജക്റ്റ് ബിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എത്ര തന്നിരിക്കുന്നത്? 30,000 ആണ് തന്നിരിക്കുന്നത്. 30,000 പ്ലസ് 0 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 15,000 കിട്ടും. അപ്പോൾ നമുക്ക് ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോയും കിട്ടി, അതുപോലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടി. ARRന്റെ ഇക്വേഷനിൽ എഴുതുക. നേരത്തെ കണ്ടുപിടിച്ച ആവറേജ് ആനുവൽ ഇൻഫ്ലോ ആയ 2000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയ 15,000 ഇൻറ്റു 100. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 13.33 കിട്ടി. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ബിയുടെ ARR ആയിട്ട് 13.33 കിട്ടി. ഇനി നോക്കാം, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അവരുടെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയായിരുന്നു? 12% ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊജക്റ്റിനെ 12%നേക്കാൾ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പ്രൊജക്റ്റ് എക്കും പ്രൊജക്റ്റ് ബിക്കും എന്താണ്? 12%നേക്കാൾ കൂടുതലാണ്. പക്ഷെ അവർ രണ്ടും വാങ്ങില്ല. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊജക്റ്റ് എയുടെ ARRഉം പ്രൊജക്റ്റ് ബിയുടെ ARRഉം അവരുടെ ടാർഗറ്റിനേക്കാൾ കൂടുതലാണ്. ഒന്നിന് 15% ഉണ്ട്, ഒന്നിന് 13.3% ഉണ്ട്. രണ്ടും 12നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും നമ്മുടെ ടാർഗറ്റും എബവ് ആയതുകൊണ്ട് ആ രണ്ട് പ്രൊജക്റ്റിലും ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ ARR അതാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് രണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ രണ്ടും നമ്മുടെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ എബവ് ആയതുകൊണ്ട് ആ രണ്ട് പ്രൊജക്റ്റിലും നമ്മൾ ARRന്റെ ഡിസിഷൻ ക്രൈറ്റീരിയ ഏതാണ്? ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ ARR ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ പ്രൊജക്റ്റ് എ ആണ്, പ്രൊജക്റ്റ് ബിക്കാണ് കൂടുതൽ, പ്രൊജക്റ്റ് എക്കാണ് കൂടുതൽ ARR വരുന്നത്. അതിന് 15 ഉണ്ട്, മറ്റേന് 13 പോയിന്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? പ്രൊജക്റ്റ് എക്കാണ് കൂടുതൽ ARR ഉള്ളത് കൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തു. ഇനി ബൈ ചാൻസ് ഇത് രണ്ടും 12%നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും സെലക്ട് ചെയ്യില്ല. അതേസമയം ഒരെണ്ണം 12%നേക്കാൾ മുകളിലും ഒരെണ്ണം 12%നേക്കാൾ താഴെയാണെങ്കിൽ എന്ത് ചെയ്യും? 12%നേക്കാൾ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് നമ്മൾ 12%നേക്കാൾ എബവ് ഉള്ള പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലൊന്നും നമ്മളിത് ചെയ്തില്ല. കാരണം അതിനെക്കുറിച്ചിട്ട് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. കമ്പനിയുടെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചിട്ട് യാതൊരു ഡീറ്റെയിൽസും അതിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റിനാണ് കൂടുതൽ വന്നേക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞത് കൊണ്ട് നമ്മുടെ ഡിസിഷൻ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഇതിലിപ്പോൾ കുഴപ്പമില്ല, രണ്ടും ടാർഗറ്റിനേക്കാൾ എബവ് ആയതുകൊണ്ട് ഏതിനാണോ ലൈഫ് കൂടുതൽ ARR കൂടുതൽ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതേസമയം നമുക്ക് ഒരു പ്രൊജക്റ്റ് ഉള്ളൂ, ആ പ്രൊജക്റ്റ് ഈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് പർച്ചേസ് ചെയ്യല്ല ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യല്ല ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമൻറ്റ് എഴുതണം, അത് അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ സജഷൻ പോലെ എഴുതാം. ബോത്ത് ദി പ്രോജക്ട്സ് ARR ഈസ് എബവ് ദി റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. രണ്ട് പ്രൊജക്റ്റിൻ്റെയും ARR അവരുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയ 12%നേക്കാൾ എബവ് ആണ്. പ്രൊജക്റ്റ് എ ഹാവ് ഹൈ ARR ദാൻ പ്രൊജക്റ്റ് ബി, ഹെൻസ് പ്രൊജക്റ്റ് എ ഈസ് റെക്കമെൻഡഡ്. അപ്പോൾ രണ്ടും എബവ് ആണ്, പക്ഷെ അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് എക്കാണ് കൂടുതൽ ARR ഉള്ളത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യണം എന്നാണ് നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിനോട് സജസ്റ്റ് ചെയ്യുക. കാരണം അതിന് 15% ഉണ്ട്, ബിക്ക് 13.3% ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാനേജ്മെൻറ്റിനോട് എന്ത് പറയും? എ പ്രൊജക്റ്റ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മൾ
ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുക്കും. ദെൻ അവർ പിന്നെ ഡിസൈഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നെക്സ്റ്റ് പ്രോബ്ലം, നേരത്തെ പോലെ തന്നെ രണ്ട് മെഷീനുകളുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു, മെഷീൻ എയും മെഷീൻ ബിയും. അതിൽ നമുക്ക് നേരത്തെ അതേ ഇൻഫർമേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഒറിജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ലൈഫ് തന്നിട്ടുണ്ട്, നെറ്റ് ഇൻകം ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് അതാണ് തന്നിരിക്കുന്നത്. നെറ്റ് ഇൻകം ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട്. അതിൽ 5 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. ടാക്സ് റേറ്റ് 50% രണ്ട് മെഷീനും തന്നിരിക്കുന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ARR, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സബ് ബി ആയിട്ട് കാൽക്കുലേറ്റ് ARR അസ്യൂമിങ് മെഷീൻ എ ഹാവ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് ₹10,000 ആൻഡ് മെഷീൻ ബി ഹാവ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ₹20,000. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ARR ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സ്ക്രാപ്പ് വാല്യൂ ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ARR കണ്ടുപിടിക്കണം. സ്ക്രാപ്പ് വാല്യൂ കൺസിഡർ ചെയ്യാണ്ട് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ARR കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ എക്ക് 10,000ഉം ബിക്ക് 20,000ഉം ആവുമ്പോൾ എന്തായിരിക്കും സ്ക്രാപ്പ് ARR നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കണം. അതാണ് ഒരു പ്രത്യേകത ഈ പ്രോബ്ലത്തിൻ്റെ. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് ഇൻകം എന്താണ്? ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷനോ ടാക്സോ നമ്മൾ ലെസ് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടാക്സിൻ്റെ റേറ്റും തന്നിട്ടുണ്ട്. അതേസമയം ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റായിട്ട് ടാക്സ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് വേണം ടാക്സ് കുറയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ഇഗ്നോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യാണ്ട് ടാക്സ് കുറയ്ക്കാമായിരുന്നു. പക്ഷേ ഇത് അതിനെക്കുറിച്ചൊന്നും ഈ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷനും മെത്തേഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോളോ ചെയ്യണം. അന്നൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്ത് അതിൻ്റെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടി. അത് ആ മെത്തേഡ് വിളിക്കുന്ന പേരാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് ആ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് ഡിപ്രീസിയേഷൻ മെത്തേഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ മെത്തേഡാണ്. അങ്ങനെ കണ്ടുപിടിക്കുക. കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ലൈഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ച് ചെയ്യണം? അപ്പോൾ ഈ നെറ്റ് ഇൻകം ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? നെറ്റ് ഇൻകം ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ARRൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യണം. ആദ്യം സ്ക്രാപ്പ് വാല്യൂ ഇല്ലാണ്ട് ARR കണ്ടുപിടിക്കുക, പിന്നെ സ്ക്രാപ്പ് വാല്യൂ ഉള്ള ARR കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ടേബിൾ കൊടുക്കുക. ആദ്യത്തെ കോളം പെർട്ടിക്കുലേഴ്സിന് എഴുതാം. ദെൻ അടുത്ത 5 കോളത്തിൽ നമ്മൾ ഇൻഫ്ലോസ് ചെയ്താൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ മതി. ഒരു വ്യത്യാസം ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യേണ്ട ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ടോട്ടലായിട്ട് 6 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ, നെക്സ്റ്റ് 5 കോളം 5 വർഷത്തിൻ്റെ ഇൻഫ്ലോസ് ചെയ്താനുള്ള കോളംസാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ എഴുതുക. അതാത് കോളത്തിൽ അതാതിൻ്റെ എമൗണ്ടുകൾ എഴുതുക. തെറ്റിക്കാണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ എമൗണ്ടുകൾ എഴുതുക. 30,000, 15,000, 40,000, 40,000, 35,000. അതിൽ നിന്ന് ആദ്യം എന്ത് ലെസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. അപ്പോൾ എഴുതാം ലെസ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ താഴെ തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്ത് ഡിവൈഡഡ് ബൈ ലൈഫാണ്. അപ്പോൾ പ്രൊജക്റ്റ് മെഷീൻ എയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh മൈനസ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 lakh മൈനസ് 10,000 ഡിവൈഡഡ് ബൈ ലൈഫ് 5 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് 18,000 ആണ് എല്ലാ കൊല്ലവും. അപ്പോൾ എല്ലാ കോളത്തിലും എത്ര എഴുതുക? 18,000 എന്ന് എഴുതുക. എല്ലാ കൊല്ലം ഒരേ എമൗണ്ട് ആണ് നമ്മൾ ലെസ് ചെയ്യുക, അതാണ് 18,000. ഇനി നമുക്ക് ഓരോന്നിൽ നിന്ന് ലെസ് ചെയ്യാം. ആദ്യത്തെ കൊല്ലം 30,000 നിന്ന് 18,000 കുറച്ചാൽ 12,000 കിട്ടും. സെക്കൻഡ് ഇയർ ഒന്ന് നോക്കുക. 15,000 നിന്ന് 18,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ എന്താണ്?
15ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? -3000 ആണ് കിട്ടുക. അപ്പോൾ കൃത്യമായിട്ട് എഴുതി വെക്കുക -3000. ദെൻ 40,000ൽ നിന്ന് 80,000 കുറയ്ക്കുമ്പോൾ 22,000 കിട്ടും. അത് തന്നെയാണ് ഫോർത്ത് ഇയറും 22,000. ദെൻ 35,000ൽ നിന്ന് 18,000 കുറച്ചാൽ നമുക്ക് 17,000 കിട്ടും. അപ്പോൾ നമുക്ക് 5 കൊല്ലത്തെയും ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത എമൗണ്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ടാക്സ് ലെസ് ചെയ്യണം. അതിൻ്റെ താഴത്ത് എഴുതാം ലെസ് ടാക്സ്. എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 50% ആണ് ടാക്സ് റേറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതാം 50%. ഇപ്പം നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടിയ നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% നമ്മൾ കുറച്ച് എഴുതാം. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ച എമൗണ്ട് എത്രയാണ്? 12,000 ആണ്. അതിൻ്റെ 50% എത്രയായിരിക്കും? 6,000 ആയിരിക്കും. അപ്പോൾ 12,000ൽ നിന്ന് 6,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6,000 തന്നെ കിട്ടും. ദെൻ -3,000ൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് കുറയ്ക്കേണ്ട ആവശ്യമില്ല. എന്താ, ഇൻകം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കുള്ളൂ. സെക്കൻഡ് ഇയർ നമുക്ക് ഇൻകം എല്ലാം ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ ആ വർഷം ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ 0 എഴുതി. ദെൻ തേർഡ് ഇയർ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 22,000ൻ്റെ 50% നമ്മൾ ടാക്സ് കൊടുക്കണം. എമൗണ്ട് 11,000. ഫോർത്ത് ഇയർ 22,000 തന്നെയാണ്, 11,000 ടാക്സ് കൊടുക്കുക. ഫിഫ്ത്ത് ഇയർ 17,000ൻ്റെ 50% ആയ 8,500 റുപ്പീസ് നമ്മൾ ടാക്സ് കൊടുക്കുക. ഇനി നമ്മളത് കുറച്ച് ചെയ്താൽ 12,000ൽ നിന്ന് 6,000 കുറച്ചാൽ നമുക്ക് 6,000 തന്നെ കിട്ടും. -3,000ൽ നിന്ന് പ്രത്യേകിച്ച് നമ്മളൊന്നും ടാക്സ് കൊടുക്കണില്ല. അപ്പോൾ ആ വർഷത്തെ എത്ര തന്നെ കിട്ടും? -3,000 തന്നെ ഇറക്കിയിടാം. ദെൻ 11,000, 11,000, 8,500. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആദ്യം ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു, പിന്നെ ടാക്സും ലെസ് ചെയ്തു. ഇനി നമ്മളൊന്നും എന്ത് ചെയ്യേണ്ട? ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണ്ട. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ARR കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? ആഡ് ബാക്ക് ചെയ്യണ്ട. അപ്പോൾ ഇനി നമ്മൾ ARR കണ്ടുപിടിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ഇൻഫ്ലോസ് ഈ എമൗണ്ടുകളാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഈ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ARRൻ്റെ ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിത് ചെയ്യാം. ARR കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ചെയ്താൽ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. അതിൽ ആദ്യം ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കുക. ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ലൈഫ്. ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഏർണിങ്സ് ആണ് ടോട്ടൽ ഏർണിങ്സ് ആയിട്ട് എഴുതേണ്ടത്. 6,000 പ്ലസ് രണ്ടാമത്തെ കൊല്ലം പ്രത്യേകം ശ്രദ്ധിക്കുക -3,000 ആണ്. അത് അങ്ങനെ തന്നെ എഴുതുക. വെറും 3,000 എഴുതരുത്, 4 വർഷം നഷ്ടമാണ്. അപ്പോൾ കൃത്യമായിട്ട് -3,000 എന്ന് എഴുതുക. പ്ലസ് 11,000 പ്ലസ് 11,000 പ്ലസ് 8,500. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള രണ്ടാമത്തെ കൊല്ലത്തിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ള 4 കൊല്ലത്തിൻ്റെയും ഇൻഫ്ലോസ് ആഡ് ചെയ്ത് അതിൽ നിന്ന് 3,000 ലെസ് ചെയ്യുക. കാരണം ബാക്കിയുള്ള 4 കൊല്ലം പ്രോഫിറ്റാണ്, ആ ഒരു വർഷം മാത്രമാണ് നമുക്ക് ലോസ് ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 4 കൊല്ലത്തിൻ്റെയും ഫിഗേഴ്സ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് ആ 3,000 ലെസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏർണിങ്സ് എത്ര കിട്ടും? 33,500 കിട്ടും. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കുക. 33,500 ഡിവൈഡഡ് ബൈ 5. ലൈഫ് 5 ആണ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6,700 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ആയിട്ട് കിട്ടുക. അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ഇല്ലാണ്ട് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എഴുതാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh പ്ലസ് സ്ക്രാപ്പ് വാല്യൂ 0 ആണ്, 0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50,000 കിട്ടി. ദെൻ അത് നമുക്ക് അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി. ഇക്വേഷനിൽ കൊടുക്കുക. ARR is equal to ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോ നേരത്തെ കിട്ടിയിട്ടുണ്ട് 6,700 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ കിട്ടി 50,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13.4% ആണ് നമുക്ക് പ്രൊജക്റ്റ് എയുടെ അല്ലെങ്കിൽ മെഷീൻ എയുടെ ARR ആയിട്ട് കിട്ടുക. എപ്പോഴത്തെ സ്ക്രാപ്പ് വാല്യൂ കൺസിഡർ ചെയ്യാത്ത ARR ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 13.4 ആണ് മെഷീൻ എയുടെ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എയുടെ പണികളൊക്കെ ചെയ്തിട്ട് B പ്രൊജക്റ്റിലേക്ക് പോവാം. ഇനി നമ്മളോട് അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നമ്മൾ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്ത ARR ആണ്. ഇനി സ്ക്രാപ്പ് വാല്യൂ വരുമ്പോഴത്തെ ARR എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതും കൂടി കണ്ടുപിടിച്ചിട്ട് നമുക്കിനി മെഷീൻ ബിയിലേക്ക് ഇതിൻ്റെ വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി സ്ക്രാപ്പ് വാല്യൂ വരുമ്പോഴത്തെ ARR കണ്ടുപിടിക്കാം. അടുത്ത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഉള്ള ഇത് കണ്ടുപിടിക്കാം. എന്താണ്? പ്രൊജക്റ്റ് എക്ക് അല്ലെങ്കിൽ മെഷീൻ എക്ക് എത്ര സ്ക്രാപ്പ് വാല്യൂ? 10,000. ആ 10,000 വരുമ്പോൾ ARR എങ്ങനെ മാറാൻ നോക്കാം. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ വരുമ്പോൾ നമുക്ക് ആദ്യത്തത് വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ പിന്നെ ഞാൻ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് രണ്ടാമത് വർക്കൗട്ട് ചെയ്തതാണ്.
ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോയിൽ യാതൊരു വ്യത്യാസവും വരില്ല. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അതിൽ യാതൊരു ചേഞ്ചസും വരില്ല. അപ്പോൾ അത് വീണ്ടും ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ മാറ്റമുണ്ടാവും, അതുകൊണ്ട് അത് വെച്ചിട്ടുള്ള പുതിയ ARR കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതായത് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ വീണ്ടും അത് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ എമൗണ്ട് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. പക്ഷേ എന്ത് മാറും? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് മാറും. കാരണം അവിടെ നേരത്തെ നമ്മൾ +0 ആണ് ചെയ്തത്, ഇവിടെ അവിടെ എമൗണ്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് മാറും. അപ്പോൾ അത് തൊട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ എഴുതാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1 lakh പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. മെഷീൻ എയർ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. 1 lakh പ്ലസ് 10,000 എന്ന് പറഞ്ഞാൽ 1,10,000 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് ഈക്വൽ ടു 55,000. അപ്പോൾ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 55,000 കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ARR കണ്ടുപിടിക്കാം. നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോ തന്നെ ഉപയോഗിച്ചാൽ മതി. 6,700 ഡിവൈഡഡ് ബൈ 55,000 ഇൻറ്റു 100. അപ്പോൾ എത്രയും 12.18% ആണ് മെഷീൻ എയുടെ ARR ആയിട്ട് കിട്ടുക, കൺസിഡറിങ് ദ സ്ക്രാപ്പ് വാല്യൂ. നേരത്തെ എത്രയായിരുന്നു? സ്ക്രാപ്പ് വാല്യൂ കൺസിഡർ ചെയ്യാത്തപ്പോഴത്തത് 13.4 ആയിരുന്നു. കൺസിഡർ ചെയ്തപ്പോൾ 12.18% ആയി നമ്മുടെ ARR ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ എന്തിൻ്റെയും കണ്ടുപിടിക്കണം? പ്രൊജക്റ്റ് ബേരിങ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സജഷനാണ് അതിന് ശേഷമാണ് നമ്മൾ സജഷൻ ചെയ്തതായിട്ട് വരിക. ദെൻ നമുക്ക് പ്രൊജക്റ്റ് മെഷീൻ ബീര കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ 6 കോളംസ് പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് കോളം പെർട്ടിക്കുലറും നെക്സ്റ്റ് 5 കോളംസ് നമുക്ക് ഇൻഫ്ലോസ് ചെയ്താനുള്ള കോളം വരയ്ക്കുക. പെർട്ടിക്കുലറിൽ എഴുതാം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗേഴ്സ് തെറ്റിക്കാതെ എഴുതാം. 40,000, 45,000, 50,000, 24,000 ആൻഡ് 71,000. ദെൻ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. നേരത്തെ നമ്മൾ പ്രൊജക്ട് മെഷീൻ എക്ക് കണ്ടുപിടിച്ച അതേ ഡിപ്രീസിയേഷൻ ആവില്ല മെഷീൻ ബിക്ക്, കാരണം അതിൻ്റെ കോസ്റ്റും ഡിഫറെൻ്റ് ആണ്, സ്ക്രാപ്പ് വാല്യൂം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എന്തും മാറും? ഡിപ്രീസിയേഷൻ എമൗണ്ടും മാറും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ അറിയാം. എന്താണ്? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ്. മെഷീൻ ബിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 20,000 ഹോൾ ഡിവൈഡഡ് ബൈ ലൈഫ് 5 ഇയർ ആണ്. അതിൽ വ്യത്യാസമില്ല. അപ്പോൾ 1,50,000 മൈനസ് 20,000 നമുക്ക് എത്ര കിട്ടും? 1,30,000 കിട്ടും. ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 26,000 കിട്ടി. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ 26,000 കിട്ടി. അപ്പോൾ എല്ലാ കോളത്തിലും എത്ര വെച്ചിട്ട് ചെയ്താൽ 26,000 വെച്ചിട്ട് 5 കോളത്തിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതി. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ലെസ് ചെയ്യാം. ആദ്യത്തെ ഫസ്റ്റ് ഇയർ 40,000 നിന്ന് 26,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 14,000 കിട്ടി. 45,000 നിന്ന് 26,000 ലെസ് ചെയ്താൽ 19,000 കിട്ടും. 50,000 നിന്ന് 26,000 ലെസ് ചെയ്താൽ 24,000 കിട്ടും. 24,000 നിന്ന് 26,000 ലെസ് ചെയ്താൽ അവിടെ എന്താണ്? നമ്മൾ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? -2,000 ആണ് കിട്ടുക. കാരണം 24,000 നിന്നാണ് നമ്മൾ എത്ര കുറയ്ക്കുന്നത്? 26,000 കുറയ്ക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫിഗർ വരും, -2,000. ദെൻ 71,000 നിന്ന് 26,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 45,000 കിട്ടും. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്തു? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു. ഇനി എന്ത് ലെസ് ചെയ്യണം? ടാക്സ് ലെസ് ചെയ്യണം. അപ്പോൾ എഴുതാം ലെസ് ടാക്സ് അറ്റ് 50%. 50% ടാക്സ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതാം. ഇപ്പോൾ കിട്ടിയ എമൗണ്ടിൻ്റെ 50% കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇയർ 14,000 ആണ്, അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 7,000. സെക്കൻഡ് ഇയർ 19,000 ആണ്, അതിൻ്റെ 50% 9,500. നെക്സ്റ്റ് ഇയർ 24,000, അതിൻ്റെ 50% 12,000. നെക്സ്റ്റ് ഇയർ -2,000 ആണ്, അതായത് നഷ്ടമാണ്. നഷ്ടമുള്ള കൊല്ലം നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ 0 എഴുതാം. നെക്സ്റ്റ് ഇയർ 45,000 ആണ്, അതിൻ്റെ 50% എന്ന് പറയുന്നത് 22,500 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം എന്ത് കണ്ടുപിടിച്ചു? ടാക്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി അത് നേരത്തെ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ 7,000, സെക്കൻഡ് ഇയർ 9,500, തേർഡ് ഇയർ 12,000, ഫോർത്ത് ഇയർ നമുക്ക് എത്ര കിട്ടും? -2,000 കിട്ടും. കാരണം എന്താണ്? നമുക്ക് നേരത്തെ നമ്മൾ ടാക്സ് കൊടുത്തിട്ടില്ല, നേരത്തെ ലോസ് ആയിരുന്നു. ആ ലോസ് തന്നെയാണ് ആ വർഷത്തെ നെറ്റ് ലോസ് ആയിട്ട് എഴുതേണ്ടത്. ദെൻ ഫിഫ്ത്ത് ഇയർ 22,500 കിട്ടി.
അപ്പോൾ നമ്മൾ ഇനി ARR വെച്ചിട്ട് ഈ ഇൻഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ARR കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫ്ലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ARR കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. അതിലാദ്യം ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കുക. ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ലൈഫ്. ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ നമ്മൾ നേരത്തെ കിട്ടിയ അതേ എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ടേബിളിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത എമൗണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കേണ്ടത്. 7,000 പ്ലസ് 9,500 പ്ലസ് 12,000 പ്ലസ് മൈനസ് 2,000 പ്ലസ് 22,500. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർത്ത് ഇയറിലത്തെ എമൗണ്ട് ഒഴിച്ച് ബാക്കിയുള്ള 4 എമൗണ്ടും ആഡ് ചെയ്ത് അതിൽ നിന്ന് ഫോർത്ത് ഇയറിലത്തെ ലോസായ 2,000 ലെസ് ചെയ്യുക. അങ്ങനെയാണ് ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കുന്നത്. ബാക്കി 4 കൊല്ലം നമുക്ക് ലാഭം കിട്ടി, 1 കൊല്ലം മാത്രം നഷ്ടം. അപ്പോൾ 4 കൊല്ലത്തെ ലാഭങ്ങളെ ആഡ് ചെയ്ത് 1 കൊല്ലത്തെ നഷ്ടം അതിൽ നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ ഏർണിങ്സ് ആയിട്ട് 49,000 കിട്ടും. ദെൻ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം കണ്ടുപിടിക്കുക. ആ 49,000 ഡിവൈഡഡ് ബൈ ലൈഫായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 9,800 കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ARR കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ എമൗണ്ട് കിട്ടി, 9,800 കിട്ടി. ഇനി നമുക്കതിൻ്റെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്ത കേസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ട് എഴുതണം. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊജക്ട് ഇമിഷൻ ബിയിലെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. 1,50,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ 0 ഡിവൈഡഡ് ബൈ 2. 1,50,000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 75,000 കിട്ടും. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എത്ര കിട്ടി, 75,000 കിട്ടി. ഇനി ഇത് 2 ഡീറ്റെയിൽസ്, അപ്പോൾ 2 നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ARR കണ്ടുപിടിക്കാം. ARR ഇസ് ഈക്വൽ ടു 9,800. ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 9,800 ആണ്. ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 75,000 ഇൻറ്റു 100. ദാറ്റ് ഇസ് ഈക്വൽ ടു 13.06 ആണ് നമുക്ക് അതിൻ്റെ ARR ആയിട്ട് വരുന്നത്. എന്ത്, സ്ക്രാപ്പ് വാല്യൂ കൺസിഡർ ചെയ്യാത്തപ്പോഴത്തെ ARR എന്ന് പറയുന്നത് 13.03. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സ്ക്രാപ്പ് വാല്യൂ വരുമ്പോൾ എന്തായിരിക്കും ARR എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ പ്രൊജക്റ്റ് ബിയിലെ സ്ക്രാപ്പ് വാല്യൂ വരുമ്പോഴത്തെ കേസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ സ്ക്രാപ്പ് വാല്യൂ വന്നാലും എന്തിൽ വ്യത്യാസം വരില്ല, ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോയിൽ വ്യത്യാസം വരില്ല. ഇതിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നമ്മളത് വീണ്ടും വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പ്രൊജക്റ്റ് മിഷൻ ഏറെ കണ്ടുവച്ചിട്ടുള്ള ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോ വെച്ചിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, മെഷീൻ ബിയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 1,50,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ 20,000 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടും നമുക്ക്, 1,50,000ഉം 20,000ഉം ആഡ് ചെയ്യുമ്പോൾ 1,70,000 കിട്ടും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 85,000 ആണ്. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എത്ര കിട്ടി, 85,000 കിട്ടി. ദെൻ ARR കണ്ടുപിടിക്കുക. ARR ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ആവറേജ് ആനുവൽ നെറ്റ് ഇൻഫ്ലോ നോക്കുക, 9,800 ഡിവൈഡഡ് ബൈ പുതിയ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയ 85,000 ഇൻറ്റു 100. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 11.52%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെയും നമ്മൾ ARR കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ മൊത്തം 4 ARR കണ്ടുപിടിച്ചു. മിഷൻ എയുടെ സ്ക്രാപ്പ് വാല്യൂ ഉള്ളതും ഇല്ലാത്തതും, മിഷൻ ബിയുടെ സ്ക്രാപ്പ് വാല്യൂ ഉള്ളതും ഇല്ലാത്തതും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കമ്പാരിസൺ നടത്തണം. കമ്പാരിസൺ നടത്തുമ്പോൾ ഒന്ന് നോക്കാം. നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതിൽ മിഷൻ എക്ക് എത്രയായിരുന്നു, 13.4 ആയിരുന്നു. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്ത കേസിൽ മിഷൻ ബിക്ക് 13.06 ആയിരുന്നു. അപ്പോൾ അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ നമ്മൾ സെലക്ട് ചെയ്യുക, മിഷൻ എ തന്നെയാണ് സെലക്ട് ചെയ്യുക. കാരണം അതിനാണ് കൂടുതൽ. അത് 13.4 ആണ്, മറ്റേത് 13.06 ആണ്. ദെൻ സ്ക്രാപ്പ് വാല്യൂ ഉള്ളപ്പോൾ എന്തായിരുന്നു, മിഷൻ എക്ക് 12.18 ആണ്, മിഷൻ ബിക്ക് 11.52 ആണ്. അപ്പോൾ അതിലും ഏത് തന്നെയാണ് ബെസ്റ്റ് വൺ, ഹയർ ഏതിനാണ്, മിഷൻ ബി എക്ക് തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ഏത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, മിഷൻ എ തന്നെയാണ് നമുക്ക് കൂടുതൽ ഹയസ്റ്റ് ARR വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ 4 കേസസും നോക്കുക. സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തപ്പോൾ മിഷൻ എക്ക് 13.4ഉം മിഷൻ ബിക്ക് 13.06ഉമാണ്. അപ്പോൾ അത് വെച്ച് ആ കേസിൽ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക, മിഷൻ എ ആണ് സെലക്ട് ചെയ്യുക. ദെൻ സ്ക്രാപ്പ് വാല്യൂ ഉള്ളപ്പോൾ
മെഷീൻ എക്ക് 12.18ഉം മെഷീൻ ബിക്ക് 11.52മാണ്. ആ കേസിലും എന്തുതന്നെയാണ്, മെഷീൻ എക്ക് തന്നെയാണ് കൂടുതൽ ARR വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെഷീൻ എക്കാണ് കൂടുതൽ ARR വരുന്നത് കൊണ്ട് നമ്മൾ ഏത് സെലക്ട് ചെയ്യും, മെഷീൻ എ സെലക്ട് ചെയ്യുമെന്നുള്ള റെക്കമെൻഡേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതനുസരിച്ച് റെക്കമെൻഡേഷൻ എഴുതാം, സജഷൻ എഴുതാം. ഇൻ ബോത്ത് കേസസ് ഉദ്ദേശിച്ചത് സ്ക്രാപ്പ് വാല്യൂ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഇൻ ബോത്ത് കേസസ് പ്രൊജക്റ്റ് എ ഹാസ് ഹയർ ARR, ഹെൻസ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ്. അപ്പോൾ ഓരോ കേസ് കൊടുക്കുക, അതായത് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തപ്പോഴത്തെ എയും ബിയും വാല്യൂ ഒന്ന് എഴുതി വെക്കുക, സ്ക്രാപ്പ് വാല്യൂ ഉള്ളപ്പോഴത്തെ എയും ബിയും വാല്യൂ എഴുതി വെക്കുക, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് കേസിലും പ്രൊജക്റ്റ് എക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മെഷീൻ എക്ക് തന്നെയാണ് ഹയർ ARR വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ദ ബെസ്റ്റ് വൺ ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം ഇത്തിരി വലുതാണ്, നമുക്ക് ചോദിക്കുകയാണെങ്കിൽ വല്ല SAT ഒക്കെ ചോദിക്കാനുള്ള സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ARR എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേബാക്ക് പോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ARR. പല തവണയും ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ARR. അതിലും എന്ത് തന്നിട്ട് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് അധികം ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് പഠിച്ചു വയ്ക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 2 പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ നിർബന്ധമായിട്ടും സജഷൻ നിർബന്ധമായിട്ടും എഴുതണം, എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.